ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സെർച്ച് ബോക്സ് നിർമ്മിക്കുന്ന എങ്ങനെ നോക്കാം. ഈ കാണുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന 100-ലധികം ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത്. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, രണ്ടാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ കോളത്തിൽ ലൊക്കേഷൻ, നാലാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ. ഇനി ഈ ടേബിളിൽ നിന്ന് നമുക്കാവശ്യമുള്ള റെക്കോർഡ്സ് വളരെ പെട്ടെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഫൈനാൻസ്, HR, IT, സെയിൽസ്, മാർക്കറ്റിംഗ് എന്നിങ്ങനെ 5 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ കമ്പനിയിലുള്ളത്. ഇവയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെർച്ച് ബോക്സിൽ സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നോക്കുക, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടെങ്കിൽ HR, എൻ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിൽ മാത്രമല്ല ലൊക്കേഷൻ, ഡെസിഗ്നേഷൻ എന്നീ കോളങ്ങളിലും ഈ സെർച്ച് ടെക്നിക്ക് വർക്ക് ചെയ്യും. ബാംഗ്ലൂർ നഗരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ, എൻ്റർ. ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ അനലിസ്റ്റ്, എൻ്റർ. ഇനി എങ്ങനെയാണ് എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ടൂൾ ഉപയോഗിച്ച് ഇത്തരമൊരു സെർച്ച് ബോക്സ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുന്നത്തെ ഷീറ്റിൽ കണ്ട അതേ റെക്കോർഡ്സ് തന്നെയാണ് ഈ കാണുന്നത്. ഇനി ഒരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വർക്ക് ഷീറ്റിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെർച്ച് എന്നോ ഫൈൻഡ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റർ. കോളം വിഡ്ത് കൂട്ടുന്നു. ഡേറ്റ മിഡിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് മിഡിൽ, സെൻറ്റർ. ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. ഓൾ ബോർഡേഴ്സ്. ഇനി ഈ ടേബിളിലെ കൊച്ചി നഗരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ബോക്സിൽ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ. ഇനി ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ ഫൈൻഡ്, അതായത് ഫൈൻഡ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഏത് വാക്കുള്ള റെക്കോർഡ്സ് ആണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ വാക്ക് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. കൊച്ചി, കോമ, കോൺകാറ്റിനേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്ത വരികളിലെ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, അതായത് B3 എന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. അതേ വരിയിലെ രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക, C3, കോമ. മൂന്നാമത്തെ സെല്ല് D3, കോമ. നാലാമത്തെ സെല്ല് E3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി. ഇനി കോൺകാറ്റിനേറ്റ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന B3, C3, D3, E3 എന്നീ സെൽ റെഫറൻസുകളിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നിലുള്ള $സൈൻ ഡിലീറ്റ് ചെയ്യുക. അതായത് B3 എന്ന സെല്ലിലെ B കോളം ഇൻഡെക്സിനെയും 3 റോ ഇൻഡെക്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവയിൽ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നിലുള്ള $സൈൻ ഡിലീറ്റ് ചെയ്യുക. ഫോർമാറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ. ഇവയിൽ നിന്ന് ഏത് കളറിലാണോ വരികൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, കൊച്ചി നഗരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം.
IT ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ IT എൻ്റർ. HR മാനേജർ, ഈ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യാനായിട്ട് വ്യൂ ഗ്രിഡ് ലൈൻസ്. എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ടൂളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ റിപ്പോർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.